കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ബേക്കിങ്ങിലൊക്കെ തുടക്കക്കാരാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വളരെ സിമ്പിളുമാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റിയാണ്. ഇതാണ് ബനാന ചോക്ലേറ്റ് ചിപ്പ് കപ്പ് കേക്ക്സ്. ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ്സ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂൺസ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. കാരണം കേക്ക്സും കപ്പ് കേക്കും ബ്രെഡൊക്കെ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കപ്പും ഏതെങ്കിലും ഒരു മെഷറിംഗ് സ്പൂണിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും തെറ്റിപ്പോകും. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് ടൂൾസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, അത് ചോക്ലേറ്റ് ചിപ്സോ മൈദ പിന്നെ കോഴിമുട്ട ബട്ടർ അങ്ങനെ ഏതൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഉപയോഗിക്കരുത്. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ടെക്സ്ചർ വളരെയധികം എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റ് നിങ്ങളുടെ കേക്കിന് കിട്ടില്ല. ഓക്കെ, ഞാനിവിടെ വളരെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന 2 പഴമാണ് ഉപയോഗിക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ചിങ്ങം പഴം ഉപയോഗിക്കാം. ഞാലിപ്പൂവൻ പോലത്തെ ചെറിയ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3ഓ 4ഓ വരെ ഉപയോഗിക്കാം. പക്ഷെ ഏത്തപ്പഴം ഈ ഒരു റെസിപ്പിക്ക് ഉപയോഗിക്കരുത്. കാരണം ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലേവറും സോഫ്റ്റ്നെസ്സും കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പഴം അതിൻ്റെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു പരുവാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയുള്ള പഴം കൂടുതൽ സ്വീറ്റ് ആയിരിക്കും. ഈ കേക്കിന് മാക്സിമം ഫ്ലേവർ കൊണ്ടുവരാനും പറ്റും. ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 75 ഗ്രാം ബ്രൗൺ ഷുഗർ, ഒരു കോഴിമുട്ട, 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ. അത് റൂം ടെമ്പറേച്ചറിൽ വേണം. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പഴം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഫോർക്ക് വെച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കോഫി പൗഡർ ചേർക്കുന്നത് ഒരു പ്രത്യേക ഒരു റീസണിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് കൊക്കോ ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക്, ഏതൊരു ചോക്ലേറ്റ് ബേസ്ഡ് കേക്ക് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ കോഫി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ മാക്സിമം ഫ്ലേവർ പുറത്ത് വരാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെസ്കഫേയുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയമിലിട്ട് നമുക്കൊരു ഫ്യൂ മിനിറ്റ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ആണ് ഉള്ളതെങ്കിൽ ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിലോട്ട് ഫ്ലവർ എല്ലാം ചേർത്തിട്ടുണ്ട്, അതായത് മൈദ എല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം, അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് മാത്രം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് പതുക്കെ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു ചോക്ലേറ്റ് ചിപ്പ് കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസ്, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം അസംബിൾ ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് കേക്ക് ട്രേയിലോട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസ് കപ്പ് കേക്ക് ലൈനറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ആകും. അതുകൊണ്ട് എല്ലാ ലൈനേഴ്സിൻ്റെയും 1/4 ഭാഗം വരെ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ ഇത് കറക്റ്റ് 6 കപ്പ് കേക്കിനുള്ള ബാറ്ററാണ്. 6 സ്റ്റാൻഡേർഡ് സൈസ് കപ്പ് കേക്കിനുള്ള ബാറ്ററാണ് ഞാൻ ഇന്നുണ്ടാക്കിയ ബാറ്ററിന് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാം.
ഓക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്പ് കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്കിത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 20 മിനിറ്റ് മുതൽ 40-45 മിനിറ്റ് വരെ ആകാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നിങ്ങളൊരു 20-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പം ഇങ്ങനെ ടൂത്ത് പിക്കുമ്പോൾ ഒന്നും ബാറ്റർ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പുറത്തെടുക്കാം. എനിക്ക് അറൗണ്ട് 40 മിനിറ്റ്സ് എടുത്തു ഇത് ഫുള്ള് വേവാനായിട്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് അനുസരിച്ചിരിക്കും. 180 വെച്ചാലും ചിലപ്പോൾ അത് കുറവായിരിക്കും ചില ഓവനിൽ, ചിലപ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം ഫ്രെയിം പറഞ്ഞത്. ഏതൊക്കെയായാലും 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് റെഡി ആയതിനു ശേഷം നമുക്കിത് പുറത്തെടുത്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഈ ലൈനർ കപ്പ് കേക്ക് പുറത്തോട്ട് എടുത്ത് വെക്കരുത്. ഇതേ ട്രേയിൽ തന്നെ ഒരു 3-4 മിനിറ്റ് അങ്ങനെ വെക്കണം. കാരണം ഇതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രേയിൽ തന്നെ ചൂടോടെ 3-4 മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്ന് പറയുന്നത് പുറത്ത്. അതിനുശേഷം 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കൂൾ ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് കംപ്ലീറ്റ്ലി കൂളാവണം, അതായത് മുഴുവനോടെ തണുത്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഈ കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ തുറക്കുമ്പോഴേക്കും ഇത് ഒട്ടിപ്പിടിക്കും. അപ്പം നന്നായിട്ട് അത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ശരിക്കും നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കണേൽ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതേപോലെ വീട്ടിൽ കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.